നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികൾ പ്രകടനം നടത്തി. ബിജെപി മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുന്നു. പരിയാരം പോലീസ് സ്റ്റേഷന് ഇനി ആംബുലൻസ് സർവീസും. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഭാരത് പെട്രോളിയത്തിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് വിതരണം ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ ODF പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്. ചെറുപുഴ പൊന്നംവയൽ സ്കൂളിന് സമീപത്തെ കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് പൂർണ്ണം. വെള്ളിയാഴ്ച രാത്രി 12 മണിവരെയാണ് പണിമുടക്ക്. വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികൾ പ്രകടനം നടത്തി. അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, മിനിമം വേതനം 18,000 രൂപയാക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണിയോടെ ആരംഭിച്ച പണിമുടക്ക് വിവിധ കേന്ദ്രങ്ങളിൽ പൂർണ്ണമാണ്. CATU, INTUC, AITUC, STU, NLC, TUCC, SCWA, AICCTU, UTUC, NLO, KTUCM, KTUCJ തുടങ്ങിയ ട്രേഡ് യൂണിയനുകളാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർവീസ് സംഘടനകളും ISRO, റെയിൽവേ, ഇൻഷുറൻസ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. പത്രം, പാൽവാഹനങ്ങൾ, ആശുപത്രി, ആംബുലൻസ്, അഗ്നിശമന സേന തുടങ്ങിയവയെ മാത്രമാണ് സമരത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. പയ്യന്നൂരിലും പണിമുടക്ക് പൂർണ്ണമാണ്. പണിമുടക്കിയ തൊഴിലാളികൾ ശ്രീകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഇരുചക്ര സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. സുരക്ഷ കണക്കിലെടുത്ത് ചില കേന്ദ്രങ്ങളിൽ പോലീസ് സംഘവും നിലയുറപ്പിച്ചിട്ടുണ്ട്. പിലാത്ര മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. സമരാനുകൂലികൾ പിലാത്രയിൽ പ്രകടനം നടത്തി. പിലാത്ര പരിയാരം SI KV മനോജിന്റെ നേതൃത്വത്തിൽ ശക്തമായ കാവലും ഒരുക്കിയിട്ടുണ്ട്. നിരവധി ചരക്കുലോറികൾ പിലാത്രയിൽ പിടിച്ചിട്ടു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. വാഹനഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ടൗണിലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങളും എമർജൻസി വാഹനങ്ങളും ഒഴികെ യാതൊന്നും നിരത്തിലിറങ്ങിയില്ല. സർക്കാർ സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞ നിലയിലായിരുന്നു. BSNL ഓഫീസ് രാവിലെ തുറന്നിരുന്നുവെങ്കിലും സമരാനുകൂലികൾ പറഞ്ഞതിനെ തുടർന്ന് അടയ്ക്കുകയായിരുന്നു. ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പ്രകടനവും വള്ളാപ്പ് റോഡിൽ വെച്ച് ആരംഭിച്ച് ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. M രാമചന്ദ്രൻ, MV സുകുമാരൻ, K ബാലചന്ദ്രൻ, M ഗംഗാധരൻ, ഇബ്രാഹിം മനിയനൊടി, PV ഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പണിമുടക്ക് വകവെക്കാതെ ഹൈവേയിലൂടെ ഓടിയെത്തി നിരവധി വാഹനങ്ങൾ കാലിക്കടവിൽ തടഞ്ഞു. വാഹനത്തിലെത്തിയവർ സമരാനുകൂലികളോട് സഹകരിച്ച് വണ്ടി റോഡരികിലേക്ക് മാറ്റിയതിനാൽ വാക്കേറ്റവും അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായില്ല. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും ഇടപെടേണ്ടി വന്നില്ല. പിലിക്കോട് പഞ്ചായത്തിലെ മാണിയാട്ട് നിന്ന് CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം കോമൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട പ്രകടനം പിലിക്കോട് പഞ്ചായത്ത് പരിസരത്തെത്തിയതോടെ പിലിക്കോട് ലോക്കലുമായി ചേർന്ന് സംയുക്തമായി കാലിക്കടവ് ഹൈവേ കേന്ദ്രീകരിച്ച് പടുകൂറ്റൻ പ്രകടനമായി. കോമൻ നമ്പ്യാർ, TV ഗോവിന്ദൻ, MB ചന്ദ്രൻ, രവീന്ദ്രൻ മാണിയാട്ട് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് കരിവെള്ളൂരിലും പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ അത്യാവശ്യമായ സർവീസ് നടത്തിയുള്ളൂ. സ്വകാര്യ ഇരുചക്രവാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പണിമുടക്കിന് പിന്തുണയറിയിച്ച് പ്രകടനവും പൊതുയോഗവും നടന്നു. EP കരുണാകരൻ, MV അപ്പുക്കുട്ടൻ, P കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിനെ തുടർന്ന് പഴയങ്ങാടി നിശ്ചലമായി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് വിട്ടയച്ചത്. ചില സ്വകാര്യ വാഹനങ്ങളെ സമരക്കാർ തടഞ്ഞുവെച്ചു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയങ്ങാടി ഭാഗത്തേക്കെത്തിയ സ്വകാര്യ കാർ സമരാനുകൂലികൾ തടഞ്ഞുവെച്ചു. ഇത് അല്പനേരം വാക്കേറ്റത്തിന് കാരണമായി. ഇതൊരു അജിന് പോകുന്നതായിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മലപ്പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത്. രണ്ടും കറക്റ്റ് തന്നെയാണ്. അല്ല അതൊരിക്കലും ചെറിയ അല്ല ട്രെയിനിലേറിയപ്പോൾ വരുന്നവരല്ലേ ഈ ഒരു കാര്യക്ഷമത ഇത് പറഞ്ഞ ട്രെയിനിലും പോകേണ്ടത്. അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. അവർക്കിപ്പോൾ സ്റ്റേഷനിൽ കിടന്നുറങ്ങാനാവുന്നുണ്ട്. നിങ്ങളിപ്പോൾ അവരോട് പറഞ്ഞെന്താണെന്ന് പറഞ്ഞില്ലേ, നിങ്ങളൊരു പ്രശ്നം എടുത്ത് പഴയങ്ങാടി SI KP ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഴയങ്ങാടിയിൽ ക്യാമ്പ് ചെയ്തിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. പഴയങ്ങാടി മേഖലയിൽ പണിമുടക്ക് പൊതുവെ സമാധാനപരമായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വിജയം വരെയും സമരം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പണിമുടക്കിന്റെ ഭാഗമായാണ് പഴയങ്ങാടിയിൽ പ്രകടനവും പൊതുയോഗവും നടന്നത്. പഴയങ്ങാടി ഏഴോം മാടായി കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനം പഴയങ്ങാടിയിൽ സംഗമിച്ചു. തുടർന്ന് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CPM മാടായി ഏരിയ സെക്രട്ടറി K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പറഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ജനദ്രോഹ നയങ്ങൾ, ആ നയങ്ങളിൽ നിന്ന് ഗവൺമെന്റ് അതിന്റെ നയത്തിൽ മാറ്റമുണ്ടാക്കണം. അതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാജ്യം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഭക്ഷ്യധാന്യങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിലേക്ക് കൊണ്ടുവന്നാൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറച്ചു കൊണ്ടുവരും, പൊതുവിതരണ ശൃംഖല ഞങ്ങൾ ശക്തിപ്പെടുത്തും. INTUC മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതാവ് മനോഹരൻ അധ്യക്ഷത വഹിച്ചു. IV ശിവരാമൻ, OV രഘുനാഥൻ, V വിനോദ്, K. ചന്ദ്രൻ, R. അജിത തുടങ്ങിയവർ സംബന്ധിച്ചു. CITU, STU, INTUC പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പണിമുടക്ക് ദിവസം ഭക്ഷണം ലഭിക്കാതെ വലഞ്ഞവർക്ക് ആശ്വാസമായി സമരസമിതി. പെരുമ്പ ടാക്സി സ്റ്റാൻഡിൽ നടന്ന ഭക്ഷണ വിതരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് സഹായമായത്. പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചപ്പോൾ ആശ്വാസവുമായി സമരാനുകൂലികൾ തന്നെ രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി അണിനിരന്നപ്പോൾ ജനജീവിതം സ്തംഭിച്ചു. എങ്കിലും തങ്ങളുടെ ആവശ്യം മറ്റുള്ളവർക്ക് തിരിച്ചടിയാകരുതെന്ന തിരിച്ചറിവാവണം സമരാനുകൂലികളെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചത്. ഹോട്ടലുകളും കൂടി അടച്ചിട്ടപ്പോൾ ഭക്ഷണം കിട്ടാതെ വലഞ്ഞവർക്കാണ് ഇലകിട്ട് ഭക്ഷണം നൽകി സമരക്കാർ ആശ്വാസമായത്. വാഹനങ്ങൾ ഓടാതെ തിരക്കൊഴിഞ്ഞ ദേശീയപാതയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഭക്ഷണം കിട്ടാതെ വലഞ്ഞവർക്ക് ഭക്ഷണം വിളമ്പി. ഇലകിട്ട് സദ്യവട്ടത്തെ ഓർമ്മപ്പെടുത്തും വിധമായിരുന്നു ഭക്ഷണ വിതരണം. ശ്രീകൃഷ്ണൻ MLA ചോറ് വിളമ്പി വിതരണത്തിന് തുടക്കം കുറിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും നേതാക്കളും ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പന്ത്രണ്ട് മണിക്കൂർ നീണ്ട നിൽപ്പിൽ സമരം നടത്തി അശോകൻ പെരിങ്ങാര അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. നിരവധി വേറിട്ട സമരമുറകൾ നടത്തി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ അശോകൻ ചെറുവത്തൂരിൽ ദേശീയപാതയിൽ നിന്ന നിൽപ്പിൽ 12 മണിക്കൂർ നിന്നുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഒട്ടനവധി ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാതെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രതിഷേധം അറിയിക്കണമെന്നതിൻ്റെ ഭാഗമായി ഇന്ന് ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിലനിൽപ്പിനായി നിൽപ്പ് സമരം ഞാനിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. റബ്ബറിന്റെ വിലയിടിവിൽ പ്രതിഷേധിച്ച് കാലിക്കടവ് മുതൽ കാഞ്ഞങ്ങാട് വരെ പിറകോട്ട് നടന്നും പെട്രോൾ വില വർധനവിനെതിരെ ശവമായി കിടന്നും എൻഡോസൾഫാൻ ദുരിതബാധിത ഐക്യദാർഢ്യ സൈക്കിൾ യാത്ര, പടുവളം ബീവറേജിനെതിരെ ശയനപ്രദക്ഷിണം തുടങ്ങി നിരവധി വേറിട്ട സമരമുറകൾ നടത്തിയ അശോകൻ കാക്കടവിൽ അശോകന്റെ കട എന്ന സ്ഥാപനം നടത്തിവരുന്നു.
BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ചീമേനി വ്യാപാര ഭവനിൽ നടന്നു. കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് നിർവഹിച്ചു. ചീമേനി വ്യാപാര ഭവനിൽ നടന്ന BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് M ഭാസ്കരൻ അധ്യക്ഷനായി. പൂക്കളം വർഷത്തിലൊരിക്കലാണ് ഒരു ഓഫീസിൽ പൂക്കളം ഇടുന്നത്. സർക്കാർ ഓഫീസുകളിൽ ഓണത്തോടനുബന്ധിച്ച് പൂക്കളങ്ങളോ ആഘോഷങ്ങളോ പാടില്ല എന്ന് ഇന്ന് സംസ്ഥാന സർക്കാർ നിഷ്കർഷിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥർ പ്രവൃത്തി സമയത്ത് പൂക്കളിടേണ്ടെന്ന് പറഞ്ഞ പിണറായി സർക്കാർ പ്രവൃത്തി സമയങ്ങളിൽ ജാഥ നടത്തുന്നതും സമരം ചെയ്യുന്നതും ശരിയോ എന്നുകൂടി ചിന്തിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. വി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി വി കുഞ്ഞിക്കണ്ണൻ, സംസ്ഥാന കമ്മിറ്റി മെമ്പർ ടി കുഞ്ഞിരാമൻ, PV വിജയകുമാർ, ടി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. BJP കല്യാശ്ശേരി മണ്ഡലം കൺവെൻഷൻ പിലാത്തറയിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള നായിക് ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ ന്യൂ ഇന്ത്യ മിനി ഹാളിൽ നടന്ന BJP കല്യാശ്ശേരി മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡല ഉപരി പ്രവർത്തകർ എല്ലാവർക്കും ഒരു ബൂത്ത്, അതിന് ആളില്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി ഉപരിയില്ല, ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ഉപരിയുള്ള ആൾക്കാർക്ക് ഓരോ ബൂത്ത് എടുത്തുകൊണ്ട് ആ ബൂത്തിന്റെ പ്രവർത്തനം നമ്മളാണ് നോക്കേണ്ടത്. എല്ലാം അത് കൺവെൻഷന്റെ ഭാഗം മാത്രമല്ല, ആ ബൂത്ത് മണ്ഡല കമ്മിറ്റി തീരുമാനിക്കുന്ന മീറ്റിംഗുകൾ പഞ്ചായത്തിലുണ്ടാവും. പഞ്ചായത്തിൽ തീരുമാനിക്കുന്ന മീറ്റിംഗ് ആവട്ടെ എന്തെങ്കിലും ഇപ്പം നമ്മൾ ആദ്യം ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് പറഞ്ഞത് എങ്ങനെ NB കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ, TV ശോഭനകുമാർ, NV രാമചന്ദ്രൻ, വിജയൻ മാങ്ങാട്, ശങ്കരൻ കൈതപ്രം തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. തേങ്ങയുടെ ഗുണഗണങ്ങളെക്കുറിച്ചും വിപണന സാധ്യതകളെക്കുറിച്ചും ടി ബാബു പഴയങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫലമാണ് തേങ്ങ. ഏറെ പോഷകമൂല്യമുള്ളതും ജീവസുറ്റതുമായ ആഹാരപദാർത്ഥമാണ് തേങ്ങയെന്നത് പലർക്കും അറിയില്ല. സത്യത്തിൽ തേങ്ങയെ കശുവണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത തുടങ്ങിയ കൊഴുപ്പും മാംസ്യവും സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള എണ്ണക്കുരുക്കളുടെ വിഭാഗത്തിൽ പെടുത്തേണ്ടതാണ്. എന്നാൽ വലിയ വില കൊടുത്ത് അവ വാങ്ങുന്ന നാം തേങ്ങയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നതാണ് സത്യം. രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കാനും ഹൃദ്രോഗം വരുത്താനും വെളിച്ചെണ്ണ കാരണമാവുന്നു എന്നത് നാളികേരത്തിന് പകരം നാം മറ്റു ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് വാശിയുള്ള കുത്തക കമ്പനികളുടെ തന്ത്രമായിരുന്നെന്ന് അറിയാവുന്നവർ കുറവാണ്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ പലതും പെയ്ഡ് റിപ്പോർട്ടുകളാണെന്ന് പറയപ്പെടുന്നുണ്ട്. ചെറുപ്രായത്തിൽ ദേഹത്ത് തേങ്ങപ്പാൽ പുരട്ടിയാണ് പഴമക്കാർ മക്കളെ കുളിപ്പിച്ചിരുന്നത്. തലയിൽ തേക്കാൻ വെളിച്ചെണ്ണ, പ്രാതലിന് അപ്പത്തിൽ തേങ്ങാപ്പാലും ശർക്കരയും, ഭക്ഷണത്തിൽ സമൃദ്ധമായി വെളിച്ചെണ്ണ, പഴംപൊരിയും പരിപ്പുവടയും കുമ്പളക്കറിയും പരിപ്പുകറിയും എല്ലാം വെളിച്ചെണ്ണയിൽ. എന്നിട്ട് അവരിൽ എത്ര പേർക്ക് കൊളസ്ട്രോൾ കൂടി ഹൃദ്രോഗമുണ്ടായി? വെളിച്ചെണ്ണക്ക് പകരം നാം ഉപയോഗിക്കുന്നത് വിഷലിപ്തമായ വനസ്പതിയും സൺഫ്ലവർ ഓയിലും പാം ഓയിലും ഒക്കെയാണ്. ഇവയുടെ കുരുക്കൾ ഭക്ഷ്യയോഗ്യമല്ലതാനും. ഗൾഫ് രാജ്യങ്ങളിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ ആരോഗ്യത്തിന് ഹാനികരമാണെന്നത് എത്ര പേർക്കറിയാം? ഇതിനാലാവണം പ്രവാസികൾ മാരകരോഗത്തിനടിമപ്പെട്ട് തിരിച്ചു പോരുന്നത്. കാണാനും തൊടാനും രുചിക്കാനും ഗന്ധം ആസ്വദിക്കാനും ആരും ഇഷ്ടപ്പെടുന്ന ഫലമാണ് തേങ്ങ. ഏത് ഭക്ഷണ സാധനത്തോടുകൂടെയും തേങ്ങ കഴിക്കാം. പച്ചക്കറികളുടെ കൂടെയും പഴത്തിൻ്റെ കൂടെയും പയറുവർഗ്ഗങ്ങളുടെ കൂടെയും തേങ്ങ ചേരും. അത് സ്വാദിഷ്ടവും ദഹനക്ഷമവുമായിരിക്കും. തേങ്ങ നമുക്ക് നിത്യം എല്ലാ ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ കറി വെക്കണമെങ്കിൽ എന്ത് കാര്യത്തിനും വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ, മറ്റ് കല്യാണത്തിന്, സദ്യക്ക്, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് തേങ്ങ. അത് ഇപ്പം കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടുന്നുണ്ട് പാക്കറ്റ്, അങ്ങനെ ഇല്ലെങ്കിൽ അത്ര ഗുണം പോരാ. നാളികേര കൃഷി ഇപ്പോൾ അപകടത്തിൽ നീങ്ങുകയാണ്. ഒന്നാമതായി അതിന് വളം, രാസവളത്തിനെല്ലാം വില കൂടി, പണിക്കാർക്കാണ് കൂലി വർദ്ധിച്ചു, തെങ്ങുകൾക്കെല്ലാം മണ്ടരി രോഗങ്ങളും കറിയാട്ടെല്ലാമാണ്. ഇപ്പോൾ തേങ്ങ പറിക്കാൻ ആളെ കിട്ടുന്നില്ല. പറിച്ചാൽ തന്നെ അത് ടൗണിൽ കൊണ്ടുപോയാൽ വിലയുമില്ല. അതുകൊണ്ട് മിക്കവാറും എല്ലാം ഈ പണിയിൽ നിന്ന് മറ്റു ജോലിയിലേക്ക് പോകാനാണ്. ഇപ്പോൾ ഈ വർഷകാലത്ത് ഭക്ഷണത്തിന് വില കൂടിയ സാധാരണ കർഷകർക്ക് യാതൊരു ഗുണവുമില്ല. കാരണം ഇപ്പോൾ നമുക്ക് കൊപ്പന ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അത് കുത്തക മുതലാളികാർക്ക് അവർക്ക് ലാഭം കിട്ടും. പാലി ഭാഷയിലെ നാരികേരം എന്ന പദത്തിൽ നിന്നാണ് നാളികേരം ഉണ്ടായത്. തെക്കു നിന്ന് വന്ന കായ് എന്നർത്ഥത്തിൽ തേൻകായ് എന്ന പദം കൂടുതൽ പ്രചാരം നേടിയപ്പോൾ നാളികേരത്തിലെ വർണ്ണങ്ങൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടായി. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി.
കാസർഗോഡ് ജില്ലയിൽ ODF പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്. കാസർഗോഡ് ജില്ലാ കളക്ടർ ജീവൻ ബാബു പുരസ്കാര പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സർവേ റിപ്പോർട്ട് പ്രകാരം പഞ്ചായത്തിലെ കക്കൂസില്ലാത്ത 125 കുടുംബങ്ങളിൽ 125ഉം സമയബന്ധിതമായി നിർമ്മിച്ചു നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചത്. തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താത്ത പഞ്ചായത്തായി ഇതോടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിഗണിക്കപ്പെട്ടു. ജില്ലയിലെ 3 മുനിസിപ്പാലിറ്റികളെയും 37 ഗ്രാമപഞ്ചായത്തുകളെയും പിന്നിലാക്കിയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഈ അംഗീകാരം കരസ്ഥമാക്കിയത്. SSF കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവിന് സെപ്റ്റംബർ 3 ശനിയാഴ്ച തുടക്കമാകും. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം സാഹിത്യകാരൻ KP രാമനുണ്ണി നിർവഹിക്കും. 23ാമത് SSF കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവ സ്റ്റേജ് തര മത്സരങ്ങൾ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ ആരംഭിക്കും. സാഹിത്യോത്സവിന്റെ ഔപചാരിക ഉദ്ഘാടനം വൈകിട്ട് 4 മണിക്ക് പ്രശസ്ത സാഹിത്യകാരൻ KP രാമനുണ്ണി നിർവഹിക്കും. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അമാനി അധ്യക്ഷത വഹിക്കും. C. കൃഷ്ണൻ MLA മുഖ്യാതിഥിയാകും. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, വിവിധ രാഷ്ട്രീയ മത സംഘടനാ നേതാക്കൾ സംബന്ധിക്കും. SSLC, +2, മദ്രസ പൊതുപരീക്ഷ ഉന്നത വിജയികൾക്ക് അവാർഡ് വിതരണവും നടക്കും. 8 വേദികളിലായാണ് പരിപാടി നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കേരള തുറമുഖ വികസന വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ ഹക്കീം സഖാഫി അധ്യക്ഷത വഹിക്കും. സമസ്ത കേന്ദ്ര മുഷാവറ ട്രഷറർ ചിത്താരി KP ഹംസ മുസ്ലിയാർ ട്രോഫി വിതരണം ചെയ്യും. പരിപാടിയിൽ കേരള മുസ്ലിം ജമാഅത്ത് SYS സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്ത് സംസാരിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് റഫീഖ് അമാനി, അബ്ദുൽ ഹക്കീം സഖാഫി, അനസ് TV, അബൂബക്കർ സിദ്ദിഖ് സഖാഫി, സിറാജുദ്ദീൻ MK, ഹാഫിൾ അബ്ദുസമദ് സഖാഫി, SP ഉമർ ഹാജി, MDP അബ്ദുള്ള മൗലവി തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. പരിയാരം പോലീസ് സ്റ്റേഷന് ഇനി ആംബുലൻസ് സർവീസും. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഭാരത് പെട്രോളിയത്തിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് വിതരണം ചെയ്തത്. വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര സഹായം എത്തിക്കാനാണ് കണ്ണൂർ പോലീസിന് ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ് ആംബുലൻസ് നൽകിയത്. കണ്ണൂർ ഉൾപ്പെടെ 3 ജില്ലകളിലെ ഹൈവേ പോലീസിനാണ് ആംബുലൻസ് സജ്ജമാക്കിയിരിക്കുന്നത്. കണ്ണൂരിന് പുറമെ കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് വാഹനം ലഭിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് ആംബുലൻസ് ഒരുക്കിയത്. ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്നത് തളിപ്പറമ്പ്, പരിയാരം മേഖലകളിലാണ് എന്നതാണ് ആംബുലൻസിന്റെ സേവനം പരിയാരം പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിക്കാൻ കാരണം. ഇത് പ്രധാനമായും ഹൈവേ റോഡുകളിലെ ഡിവൈഡർ ഇല്ലാത്തതും പ്രോപ്പറായിട്ടുള്ള സൈൻ ബോർഡുകൾ ഇല്ലാത്തതും നേർക്കാഴ്ച ഇല്ലാത്തതുമാണ് പ്രധാന കാരണം. ഇത് പരിഹരിക്കുന്നതിനായിട്ടുള്ള നടപടികൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇതിനായിട്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ എപ്പോൾ സംഭവിച്ചാലും ജനങ്ങൾക്ക് നേരിട്ട് ഹൈവേ പോലീസിനോ അല്ലെങ്കിൽ പരിയാരം സ്റ്റേഷനിലോ ബന്ധപ്പെട്ട ആംബുലൻസ് തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ്. പരിയാരം പോലീസ് സ്റ്റേഷന്റെ 04972 808 100 എന്ന നമ്പറിൽ വിളിച്ചാൽ ആംബുലൻസിന്റെ സേവനം ലഭ്യമാകും. അല്ലെങ്കിൽ ഹൈവേ പോലീസിനെയും സമീപിക്കാം. പരിയാരം SI KN മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആംബുലൻസ് ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുപുഴ പൊന്നംവയൽ സ്കൂളിനു സമീപത്തെ കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കടയുടമ കണ്ടംകോവിൽ കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നംവയൽ സ്കൂളിന് സമീപം കടയിൽ അനധികൃതമായി വിൽപ്പന നടത്തുകയായിരുന്ന 45 പാക്കറ്റ് ഹാൻസും 11 പാക്കറ്റ് സിഗരറ്റും ചെറുപുഴ പോലീസ് പിടികൂടി. കടയുടമ കണ്ടംകോവിൽ കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുപുഴ SI KV സ്മിതേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനീഷ്, ഭാസ്കരൻ എന്നിവരാണ് പിടികൂടിയത്. മലയോരത്തെ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപക വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹാൻസ് പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. KSSPU ചെറുതാഴം പഞ്ചായത്ത് സാന്ത്വന സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്ര ഹൈടെക് ലൈബ്രറി ഹാളിൽ ജീവിതശൈലി രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. KSSPU ചെറുതാഴം പഞ്ചായത്ത് സാന്ത്വന സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് പിലാത്ര ഹൈടെക് ലൈബ്രറി ഹാളിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അവർക്ക് പെൻഷൻ ലഭിക്കുന്നു. അവരുടെ
ജീവിതം സുരക്ഷിതമാണ്. അത് ഞാൻ പറയുമ്പോഴും നമ്മളെല്ലാം പലതരത്തിലുള്ള രോഗം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെ നേരിടണം എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് വിഷയത്തെ സംബന്ധിച്ച് ശിവിത ഇവിടെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് KSSPU ചെറുതാഴം യൂണിറ്റ് പ്രസിഡന്റ് P. ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. NV ഗോവിന്ദൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. സിസ്റ്റർ സ്മിത പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. EV ശശിധരൻ നന്ദി പ്രകാശിപ്പിച്ചു. PV വത്സല, CC ശിവശങ്കരൻ നമ്പ്യാർ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ചീമേനി തുറന്ന ജയിലിലെ ലഘുഭക്ഷണശാലയിൽ തിരക്കേറുന്നു. കുറഞ്ഞ ചെലവിൽ വയറു നിറയെ ഭക്ഷണം കഴിക്കാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ചീമേനിയിൽ നിന്ന് കാക്കടവിലേക്കുള്ള പാതയോരത്ത് തുറന്ന ജയിൽ കവാടത്തിനരികെയാണ് ലഘുഭക്ഷണശാല പ്രവർത്തിക്കുന്നത്. 6 രൂപയ്ക്ക് ചായയും പലഹാരങ്ങളും, 2 രൂപയ്ക്ക് ചപ്പാത്തി, 25 രൂപയ്ക്ക് കോഴിക്കറി. ഇവിടെ വിൽക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം വില കുറവാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതും വിതരണം ചെയ്യുന്നതുമെല്ലാം തടവുകാരാണ്. സാമ്പത്തിക ഇടപാടിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയമിച്ചിരിക്കുന്നു. ചപ്പാത്തിയും ബിരിയാണിയും ഉണ്ടാക്കി പേരെടുത്ത ചീമേനി തുറന്ന ജയിലിന്റെ ഈ പുതിയ സംരംഭം ഇതിനകം തന്നെ വിജയമായി കഴിഞ്ഞു. ആദ്യത്തെ 6 ദിവസത്തെ വരുമാനം 10,000 രൂപയാണെന്നത് തന്നെ ഇതിന്റെ തെളിവ്. ചായയും ചപ്പാത്തിയും ബിരിയാണിയും കോഴിക്കറിയും മസാലക്കറിയുമൊക്കെ ഇവിടെയുണ്ട്. രാവിലെ 7 മണിക്ക് തുറക്കുന്ന ഈ ലഘുഭക്ഷണശാല രാത്രി 7-നാണ് അടയ്ക്കുക. ചെറിയ വിലയിൽ ജനങ്ങൾക്ക് രുചിയേറിയ ഭക്ഷണം നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് ജയിൽ സൂപ്രണ്ട് MK വിനോദും ക്ഷേമകാര്യ ഓഫീസർ ഹരിദാസും പറയുന്നു. ചീമേനി ഓപ്പൺ ജയിലിൻ്റെ ഭാഗമായിട്ടും 5 സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ മൊബൈൽ വാനുകളിൽ ചപ്പാത്തിയും ബിരിയാണിയും വിൽപ്പന നടത്തുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ചീമേനി ഓപ്പൺ ജയിലിൻ്റെ മുമ്പിലായി റോഡ് സൈഡിലായിട്ട് ഒരു ചെറിയ കഫറ്റീരിയ ഈ ഉദ്ദേശത്തിലായിട്ട് നിർമ്മിക്കുകയും പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ കിട്ടാവുന്ന രീതിയിൽ അവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ദിനം പ്രതി വളരെ കുറഞ്ഞ ചെലവിൽ മാത്രം വിൽപ്പന നടത്തിയിരുന്ന ഈ കേന്ദ്രത്തിൽ വെച്ച് ഇപ്പോൾ വളരെ നല്ല നിലയിൽ വിൽപ്പന നടത്താനും പൊതുജനങ്ങളുടെ പ്രശംസ പിടിച്ചു വയ്ക്കാനും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമുക്ക് സാധിച്ചു. ലഘുഭക്ഷണശാലയുടെ ഈ വിജയം ഊൺ അടക്കമുള്ള വിഭവങ്ങളിലേക്ക് വികസിപ്പിക്കുവാനും ഇവർ പദ്ധതിയിടുന്നു. കൂടാതെ വരും ദിവസങ്ങളിൽ ജയിലിൽ തടവുകാർ ഉണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ കൂടി ഈ ഭക്ഷണശാല വഴി വിൽപ്പന നടത്താനാണ് അധികൃതരുടെ ആലോചന. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. നൈലോൺ വലയിൽ കുടുങ്ങിയ പെരുമ്പാമ്പിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. തൃക്കരിപ്പൂർ ബീരിച്ചേരി വലിയ പള്ളിക്ക് സമീപത്തെ തൈക്കീൽ റോഡരികിലാണ് പെരുമ്പാമ്പ് നൈലോൺ വലയിൽ കുടുങ്ങിയത്. മുൻപ് ആടുഫാം നടത്തിയിരുന്ന UP ഫായിസിന്റെ പറമ്പിൽ ഫാമുമായി ബന്ധപ്പെട്ട് ഉപേക്ഷിച്ച നൈലോൺ വലയിൽ പെരുമ്പാമ്പ് അകപ്പെടുകയായിരുന്നു. ശബ്ദം കേട്ട് സമീപവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാരും തടിച്ചുകൂടി. ആൾപെരുമാറ്റം അറിഞ്ഞതോടെ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയ പെരുമ്പാമ്പിന് വലയ്ക്ക് പുറത്തു കടക്കാൻ സാധിച്ചില്ല. തുടർന്ന് നാട്ടുകാർ തന്നെ പാമ്പിനെ വലയിൽ നിന്നും വേർപെടുത്തി ചാക്കിലാക്കി കാലിക്കടവിലുള്ള ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ വിജയകുമാറിന് കൈമാറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വെള്ളൂർ കിഴക്കുംപാട് തണൽ കുടുംബശ്രീ ഓണസദ്യ ചന്ദൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു. വെള്ളൂർ കിഴക്കുംപാട് തണൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണസദ്യ ചന്ദൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു. മാപ്പിളപ്പാട്ട് കലാകാരൻ അസിസ് തായനേരി ഉദ്ഘാടനം ചെയ്തു. നസീമ PP, അജിത V എന്നിവർ നേതൃത്വം നൽകി. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ചെറുതാഴം കുന്നിൻ മതിലകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന പ്രധാന ശ്രീകോവിലിന്റെ ഉത്തരം വെക്കൽ കർമ്മം സെപ്റ്റംബർ 3 ശനിയാഴ്ച രാവിലെ 9 മണിക്കും 9:30 ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടക്കും. ഹൊയ്സാല ക്ഷേത്രശില്പകലാ മാതൃകയും കേരളത്തിന്റെ തനത് തച്ചുശാസ്ത്രവിധിയും സമന്വയിപ്പിച്ചുകൊണ്ട് ഏകദേശം 70 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ശ്രീകോവിലിന്റെ പ്രവൃത്തി ഏറിയ ഭാഗവും പൂർത്തിയായി. മുഖ്യശില്പി കാർക്കള സദാശിവ ഗുഡികാരുടെ നേതൃത്വത്തിൽ നിരവധി ശില്പികൾ കഴിഞ്ഞ 1 വർഷത്തിലധികമായി ക്ഷേത്രത്തിൽ താമസിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നതിനും വിലയിരുത്തുന്നതിനും ശില്പചാരുത ആസ്വദിക്കുന്നതിനുമായി നിരവധി ആളുകളാണ് നിത്യേനയെന്നോണം ക്ഷേത്രദർശനം നടത്തിവരുന്നതെന്നും സെപ്റ്റംബർ 3 ശനിയാഴ്ച നടക്കുന്ന ഉത്തരം വയ്ക്കൽ ചടങ്ങിൽ
മുഴുവൻ ക്ഷേത്രവിശ്വാസികളും പങ്കെടുക്കണമെന്ന് ക്ഷേത്രസമിതി മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് കെ ഗംഗാധരൻ, പി കെ നാരായണൻ, വി എം ദിവാകരൻ, പി ഒ അശോക് കുമാർ, രാമദാസ് കൊട്ടില തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ ജ്വലന സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ഓണവിരുന്ന് അത്തച്ചമയം സെപ്റ്റംബർ 4 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. ഈ പ്രാവശ്യത്തെ ഓണാഘോഷവേളയിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 4 ഗാന്ധി പാർക്കിൽ വെച്ച് അത്തച്ചമയം എന്ന വൈവിധ്യമാർന്ന പരിപാടി ജ്വലനം ഒരുക്കുകയാണ്. ജ്വലന സ്ത്രീ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷം അത്തച്ചമയം എന്ന പേരിൽ വ്യത്യസ്തമായ സൗഹൃദ കൂട്ടായ്മയോടുകൂടി സംഘടിപ്പിക്കും. സെപ്റ്റംബർ 4 അത്തം നാളിലാണ് അത്തച്ചമയം സംഘടിപ്പിക്കുന്നത്. ജ്വലനയുടെ പ്രവർത്തകർ ഗാന്ധി പാർക്കിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരുക്കുന്ന പൂക്കളത്തോടുകൂടി പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് പായസം ഒരുക്കൽ മത്സരം, നാടൻപാട്ട് മത്സരം, ഓണപ്പാട്ട് മത്സരം, ജ്വലന പ്രവർത്തകർ ഒരുക്കുന്ന തിരുവാതിരക്കളി എന്നിവയും നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും. ജ്വലന പ്രസിഡന്റ് KM സുലോചന ടീച്ചർ അധ്യക്ഷത വഹിക്കും. AIDWA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ VV സരോജിനി, പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി, ജ്വലന ട്രഷറർ KV ചാന്ദിനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വിജയികൾക്കുള്ള സമ്മാന വിതരണം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി KV ലളിത നിർവഹിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KP ജ്യോതി, KV ലളിത, V തങ്കമണി, P ശ്യാമള, VK ബാലാമണി, KV ചാന്ദിനി തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കുഞ്ഞിമംഗലം മൂശാരിക്കോവിലിലെ ഇസ്മായിലിന്റെ വീട്ടിൽ അപൂർവ ഇനം പൂമ്പാറ്റ വിരുന്നെത്തി. 2 ദിവസമായി കണ്ടുവരുന്ന പൂമ്പാറ്റയെ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. പയ്യന്നൂർ എയർബോൺ ഏവിയേഷൻ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പിലാത്ര ഹോപ്പിൽ സാന്ത്വന സദസ്സ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഹോപ്പ് അന്തേവാസികളുമായി സംവദിക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യയും നടന്നു. കോളേജ് മാനേജ്മെന്റും അധ്യാപകരും നേതൃത്വം നൽകി. പിന്നെ സംഘടനാ ലെവലിലെ രജിസ്ട്രേഷൻ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിനുള്ളിൽ നിൽക്കണം. അതുകൊണ്ട് ആ നിയമങ്ങളെ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. നിയമപരമായ പരിരക്ഷയും ചട്ടപ്പുറം ലഭിക്കുന്നതിന് വേണ്ടി സ്ഥാപനങ്ങളുമില്ല. കാരണം ഈ സ്ഥാപനങ്ങൾ നിബന്ധനകളില്ലാത്ത സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൊഴിലില്ലായ്മ വേതനം പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമാണോ? പ്രേക്ഷകർ പ്രതികരണങ്ങൾ. തൊഴിലില്ലാ വേതനം കൊടുക്കുന്ന കാര്യത്തിൽ മുമ്പ് കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യങ്ങൾ ശരിയായിരുന്നു. ഇന്ന് അന്നെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും വേറെ വരുമാനങ്ങളൊന്നുമില്ല. വീട്ടിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും ഇതെല്ലാം കഴിച്ചിട്ടാണ് അന്ന് അവർ പോയിക്കൊണ്ടിരുന്നത്. കഞ്ഞിയും വെള്ളങ്ങളെല്ലാം കഴിച്ച് അവർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ജോലി ചെയ്ത് കൊണ്ടുവരുന്ന അതിൻ്റെ ഇത് കഴിച്ചിട്ടാണ് അവർ ജീവിച്ചു. അപ്പോൾ സർക്കാരിൽ നിന്ന് ഒരു സംഖ്യ കൊടുക്കുന്നത് ആ കാലഘട്ടത്തിൽ അവർക്കത് ആവശ്യമായിരുന്നു. അവരുടെ നിത്യചെലവൻ തികയില്ല. അന്ന് പറഞ്ഞാൽ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്ന് എന്ന് പറഞ്ഞാൽ 100 രൂപക്ക് ഒന്നും കിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കാലത്തിനനുസരിച്ചിട്ട് മാറ്റം വരുമ്പോഴേ പഴയ കാലത്ത് കൊടുത്തു വന്ന ഈ തൊഴിലില്ലായ്മ വേതനം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് ഒരു ദുർവിനിയോഗമാണത്.
മാത്രമല്ല കിട്ടുന്നവർക്കും അത് ദുർവിനിയോഗം ചെയ്യുന്നു, കൊടുക്കുന്ന ഖജനാവിനും അത് ദുർവിനിയോഗമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറിയിപ്പുകൾ. അന്നൂർ സപ്തസ്വര തിയേറ്റേഴ്സിന്റെ സ്ഥാപക പ്രസിഡന്റും രക്ഷാധികാരിയുമായിരുന്ന EAC പൊതുവാളുടെ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണവും റാങ്ക് ജേതാവിനുള്ള അനുമോദനവും സെപ്റ്റംബർ 4 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നും സെപ്റ്റംബർ 6, 7 തീയതികളിൽ രാവിലെ 11 മണി മുതൽ 3 മണി വരെ തൊഴിൽരഹിത വേതനം വിതരണം ചെയ്യുന്നതാണെന്ന് സെക്രട്ടറി അറിയിക്കുന്നു. പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ നിന്നും തൊഴിൽരഹിത വേതനം സെപ്റ്റംബർ 3 രാവിലെ 10 മണി മുതൽ വിതരണം ചെയ്യുമെന്ന് സെക്രട്ടറി അറിയിക്കുന്നു. പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജിൽ വെച്ച് സെപ്റ്റംബർ 5 രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ സ്ട്രെസ് മാനേജ്മെന്റ് പ്രോഗ്രാം ഏകദിന ശില്പശാല നടത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികൾ പ്രകടനം നടത്തി. BJP മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുന്നു. പരിയാരം പോലീസ് സ്റ്റേഷന് ഇനി ആംബുലൻസ് സർവീസും. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഭാരത് പെട്രോളിയത്തിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് വിതരണം ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ ODF പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്. ചെറുപുഴ പൊന്നംവയൽ സ്കൂളിന് സമീപത്തെ കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.